എല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കർണാടകക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു മധുര പലഹാരമായ ഹോളികയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു കുക്കർ വെക്കുന്നുണ്ട്. കുക്കർ തന്നെ വേണമെന്നില്ല, വേറെ പാത്രത്തിലും വേവിക്കാം. വേറെ പാത്രമാണ് വേവിക്കാൻ വെക്കുന്നതെങ്കിൽ മിനിമം ഒരു 1.25 മണിക്കൂർ, ഒന്നെങ്കിൽ 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ വെന്ത് വരും. കുക്കറിലാണെങ്കിൽ ഒരു 10 വിസിലൊക്കെ അതിനുള്ളിൽ വെന്ത് കിട്ടും. കുക്കറിലോട്ട് വെള്ളം ഒഴിച്ച് ഒരു 8 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ 2 ഗ്ലാസ് കടലപ്പരിപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അത് തിളച്ച് വരുമ്പോൾ ആ പരിപ്പ് നന്നായി കഴുകി, ഇതുപോലത്തെ ഗ്ലാസ്സിലാട്ടോ പരിപ്പ് എടുത്തിരുന്നത്. 2 ഗ്ലാസ് വെള്ളവും അതേ ഗ്ലാസ്സിൽ തന്നെയാണ് 8 ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ആ കടലപ്പരിപ്പ് നന്നായി കഴുകി കുക്കറിലോട്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല, നന്നായി കഴുകി എടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നു, അത്രേ ഉള്ളൂ. ഇതൊരു 8 to 9 അല്ലെങ്കിൽ 10 വിസിൽ ഇത്രയായി വരുമ്പോൾ നന്നായിട്ട് വെന്ത് വരും. മിക്സ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ മരത്തിൻ്റെ കയ്യിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം ഒരു 8 to 10 വിസിൽ വരെ വേവിച്ചെടുക്കുക കേട്ടോ. മൂടിയിട്ട് വിസിലും കൂടി ഇട്ട് മൂടി വെച്ച് ഒരു 8 to 10 വിസിൽ ഇത്ര ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഗ്ലാസ്സില്ലേ, അതിൽ ഒരു 3 ഗ്ലാസ് പഞ്ചസാര ഇല്ലെങ്കിൽ 2.5 ഗ്ലാസ് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 2.5 ഗ്ലാസ് എന്തായാലും വേണം, ഇല്ലെങ്കിൽ ചുട്ടെടുക്കുന്ന സമയത്ത് തീരെ മധുരം പിടിക്കില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് ലൂസായി കിട്ടും. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് വീണ്ടും ഇളക്കി തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇളക്കി തിളപ്പിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഞാനിപ്പോൾ 5 മിനിറ്റ് സെറ്റാക്കിയിട്ടുണ്ട്, ആയിട്ടുണ്ട്. 5 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് തന്നെ തിളപ്പിച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിന് ഇത്തിരി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ചൂടോടെയാണ് അരച്ചെടുക്കേണ്ടത്. മിക്സിയുടെ ജാറായതുകൊണ്ട് ചൂടോടെ അരച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തിരി തണഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് അരിഞ്ഞ് കിട്ടും. അത് സൈഡിൽ മാറ്റി വെക്കുക. ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് വെള്ളം ഒഴിച്ച് പഞ്ചസാര ലായനെ പോലെ ആക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. അതേ ഗ്ലാസ് അളവിലൊന്നുമല്ല ഞാൻ എടുത്തിരിക്കുന്നത്, എന്നാലും ഏകദേശം അളന്ന് കഴിഞ്ഞാൽ 2.5 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ലൂസാക്കി കുഴച്ചെടുക്കണം. അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുക. എള്ളെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എള്ളെണ്ണ യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. എള്ളെണ്ണയിലാണ് ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടുക. അത് വീണ്ടും മിക്സ് ചെയ്ത് 1.5 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഞാനത് 1.5 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് മെയിൻ കലാപരിപാടി തുടങ്ങാൻ പോകുന്നത്. വാഴയിലെടുത്ത് നന്നായിട്ട് തോർത്തി അതിലോട്ട് എള്ളെണ്ണ ഒഴിച്ച് 2 സൈഡ് തടവി കൊടുക്കുക. ഇതുപോലെ ഉരുളയാക്കി മാറ്റണം കേട്ടോ മാവിനെ. എന്നിട്ട് വാഴയില എണ്ണ തടകിയ സ്ഥലത്ത് വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെയാണ് ആക്കേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് ആക്കാൻ പറ്റും. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കടലപ്പരിപ്പ് അരച്ചത് ഇവിടെ നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് ഉരുളയാക്കി മാറ്റാൻ പറ്റില്ല, കാരണം ഇത് വളരെ ലൂസാണ്. അപ്പോൾ ഇത്തിരി മൈദ ചേർത്ത് ഒന്ന് ഇത്തിരി മയപ്പെടുത്തി എടുക്കുക, കട്ടിയാക്കി എടുക്കുക. എന്ന് കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം കയ്യിൽ തൊട്ട് ഉരുളയാക്കി എടുത്താൽ മതി. സിമ്പിളായിട്ട് ഉരുളയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മൈദയിൽ 8 ഉരുളയായിട്ടുണ്ട്. ഇതിൽ മിനിമം ഒരു 15 ഉരുളെങ്കിലും ആവും. 8 ഉരുളയാക്കി എടുക്കുന്നുണ്ട്. 8 ഉരുളയായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പരത്തിയെടുക്കാൻ നോക്കാം. ഞാൻ സൈഡ് ഒരു പാത്രത്തിൽ മൈദ വെച്ചിട്ടുണ്ട്. മൈദയുടെ ഒരു ഉരുള എടുത്ത് അത് പിന്നെയും മൈദയിലേക്ക് ഇതുപോലെ മുക്കിയെടുക്കുക. അതുപോലെ കടലപ്പരിപ്പിൻ്റെ ഒരു ഉരുള എടുത്ത് അതും മൈദപ്പൊടിയിലോട്ട് നന്നായി മുക്കുക. കടലപ്പരിപ്പിൻ്റെ ഉരുളയെടുത്ത് മൈദേൻ്റെ ഉരുളയ്ക്ക് വെച്ച് ഇതുപോലെ കറക്കി എടുക്കണം. ഉള്ളം കൈ വെച്ച് കറക്കണം. കടലൻ്റെ ഉരുള
മൈദൻ്റെ അകത്തേക്ക് പോയി ഉരുളയായി വരണം, നന്നായിട്ട് റൗണ്ടായി വരണം. എന്നിട്ട് പരത്തി കൊടുത്താൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഇതുപോലെ ഇതിങ്ങനെ പരത്തി, അധികം തിന്നാനൊന്നും പാടില്ല, നല്ലോണം തിന്നാകരുത് കേട്ടോ. ചപ്പാത്തിക്കാട്ടി ഇത്തിരി കട്ടി വേണം. ഇതിങ്ങനെ എടുത്ത് ഇതുപോലെ എടുത്തിട്ട് ആ തവയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. തവയിൽ വെച്ച് തിരിച്ചും മറിച്ചു വിട്ട് ഒരു 5 മിനിറ്റ് കഴിക്കണം, ഇല്ലെങ്കിൽ വെന്ത് കിട്ടും. ചപ്പാത്തി പോലെ പെട്ടെന്ന് പോവില്ല. അങ്ങനെ നമ്മുടെ കിടിലൻ ഹോളിക ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഡാറ് ഹോളിക, അതായത് കടയിൽ നിന്ന് പാക്കറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഹോളികയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. ഉള്ളിലൊക്കെ ലെയറൊക്കെ വന്ന് അടിപൊളി അതേ ഹോളിക മാതിരി തന്നെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, അതേ ലെയറൊക്കെ വന്ന് അടിപൊളി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം.